നമസ്കാരം. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന മുദ്രാവാക്യം ഇപ്പോഴും ഒരു തലമുറയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടാവാം. അടിയന്തരാവസ്ഥയെ തുടർന്ന് അധികാരത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരുന്നു എങ്കിൽ പോലും 1980 രാജ്യത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഒരു ഇന്ദിരാഗാന്ധി ഷോ തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇന്ദിര എന്ന കേന്ദ്രത്തിന് ചുറ്റുമായി കറങ്ങുകയായിരുന്നു. പ്രതിപക്ഷങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് 383 സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് പാർട്ടി നേടിയെടുത്തത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള സഹതാപ തരംഗത്തിൽ 404 സീറ്റുകളുമായി കോൺഗ്രസ് രാജ്യം തൂത്തുവാരുക തന്നെ ചെയ്തു. അന്ന് ഇന്ദിരയ്ക്ക് ചുറ്റും വലം വെച്ച ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദി എന്ന ഗുജറാത്തിക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ്. ആരാധകരും വിമർശകരും ഒക്കെ മോദിക്ക് ചുറ്റും തന്നെയാണ് കൂടിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒറ്റ പാർട്ടി സമ്പ്രദായത്തിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. 2014 അധികാരത്തിലേറിയതിനു ശേഷം മോദി സ്വയം ഒരു അച്ചുതണ്ടായി മാറുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. പ്രതിപക്ഷത്തെയും വിമർശകരെയും മാധ്യമങ്ങളെയും തനിക്ക് ചുറ്റും മോദി ഭ്രമണം ചെയ്യിപ്പിക്കുകയായിരുന്നു. അതും അവർ പോലും അറിയാതെ. മോദി നിശ്ചയിച്ച അജണ്ടയിലൂടെ തന്നെയായിരുന്നു പ്രതിപക്ഷം പോലും നീങ്ങിക്കൊണ്ടിരുന്നത്. ഇക്കാലത്തിനിടയിൽ ഭരണ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് പ്രത്യയശാസ്ത്രമാണോ താനും തൻ്റെ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത്, ആ പ്രത്യയശാസ്ത്രത്തിന് ആഴത്തിലുള്ള വേരുകൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാനും നരേന്ദ്രമോദി എന്ന അതികായന് സാധിച്ചിട്ടുണ്ട്. 2019 എത്തിയപ്പോൾ നോട്ട് നിരോധനവും തൊഴിലില്ലായ്മയും സാമ്പത്തിക തളർച്ചയും ഒക്കെ വിഷയങ്ങളായി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മോദി കൃത്യമായി തന്നെ ഒരു അജണ്ട നിശ്ചയിച്ചിരുന്നു. പുൽവാമയും ബാലാക്കോട്ടും പാകിസ്ഥാനുമാണ് ആ പൊതു തെരഞ്ഞെടുപ്പിലുടനീളം നിറഞ്ഞു നിന്നത്. പ്രതിപക്ഷം ചാർത്തി നൽകിയ ചൗക്കിന്ദാർ ചോർഹെ എന്ന വിശേഷണം പോലും മോദി വോട്ടായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാഴ്ച രാജ്യം കാണുകയും ചെയ്തു. ഗുഹയിലെ ധ്യാനം പോലും വോട്ടാക്കി മാറ്റാനുള്ള മോദിയുടെ ശക്തി കണ്ട് പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നിശബ്ദരായി പോകുന്ന കാഴ്ചയായിരുന്നു അത്. എന്തായാലും ഭൂരിപക്ഷത്തെ തനിക്കൊപ്പം നിർത്താൻ 2019 മോദിക്ക് സാധിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ സമയത്ത് പ്രതിപക്ഷം അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഇത് സാധാരണമാണ്, കോൺഗ്രസിന്റെ അഴിമതി ഭരണം ഒന്നുകൊണ്ട് മാത്രം നരേന്ദ്രമോദി അധികാരത്തിലേറി എന്നതായിരുന്നു. ഇതിനുള്ള മുഖമടയ്ക്കുന്ന മറുപടിയാണ് 2019 BJP നൽകിയത്. സീറ്റ് നില മാത്രമല്ല കൂട്ടിയത്, വോട്ട് ഷെയർ കൂടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്ന ഒരു വിഗ്രഹത്തെ രാജ്യത്ത് പ്രതിഷ്ഠിക്കാൻ കൂടി BJP എന്ന പാർട്ടിക്ക് സാധിച്ചു. 2014 മോദിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് കോൺഗ്രസിന്റെ അഴിമതി രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. 2019 എത്തിയപ്പോൾ തികച്ചും വിപരീതമായ അല്ലെങ്കിൽ ഏത് നിമിഷവും തിരിച്ചടിച്ചേക്കാം എന്നുള്ള വിഷയങ്ങൾ, പ്രതിസന്ധികൾ മാത്രമേ മോദിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രാദേശിക പാർട്ടികളുടെ ഐക്യം, ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ്, റാഫേൽ അഴിമതി, കർഷക പ്രക്ഷോഭം, നോട്ട് നിരോധനം, GST എന്നിങ്ങനെ എണ്ണമില്ലാത്ത പ്രതിബന്ധങ്ങൾ മോദിക്ക് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ വമ്പൻ സംസ്ഥാനങ്ങളിലെല്ലാം മോദി പ്രഭാവം തന്നെ വിജയിച്ചു നിന്നു. അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പാഠപുസ്തകമാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 മോദി സമ്മാനിച്ചത്. ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ട് പോലും വലിയ സംസ്ഥാനങ്ങളിൽ വേരൂന്നിക്കൊണ്ട് ഭരണം നിലനിർത്താൻ, ഭരണ തുടർച്ച നേടാൻ മോദിക്കും കൂട്ടർക്കും സാധിച്ചു. അതേ നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ മൂന്നാമതും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കച്ച കെട്ടിയിരിക്കുകയാണ്. 2024 അംഗത്തിന് മോദിയും BJPയും തയ്യാറായി കഴിഞ്ഞു. 370 സീറ്റുകൾ BJP നേടും എന്ന് നരേന്ദ്രമോദി പല കുറി ആവർത്തിച്ചു കഴിഞ്ഞു. എന്തായാലും അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സ്വീകരിച്ച ഒരു അജണ്ടയല്ല, മറിച്ച് BJP എന്ന പാർട്ടി 2 വർഷത്തിലധികമായി ഈ 370 സീറ്റുകൾ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിർജീവമായിരുന്ന INDA എന്ന പ്രതിപക്ഷ മുന്നണി ഒന്ന് ഉണർന്നിട്ടുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോട് കൂടി മുന്നണി സജീവമായിട്ടുണ്ട്. മോദിക്കെതിരെ ഇപ്പോൾ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ BJP കൈവരിച്ചിരുന്ന ഒരു മൈലേജ്, പ്രചരണ രംഗത്തുൾപ്പെടെ അവർ നേടിയിരുന്ന
ഒരു പടി മേൽത്തൂക്കം അത് പ്രതിപക്ഷം ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനർത്ഥം 2024 മോദിയെയും BJPയും സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. 2019 സമാനമായ ചില സാഹചര്യങ്ങൾ പ്രതിപക്ഷം മനഃപൂർവ്വം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുമുണ്ട്. എന്തായാലും ഇതൊക്കെ മോദിക്കെതിരെ ഒരു ആയുധമാക്കാം എന്ന് ധരിക്കുന്നിടത്ത് പ്രതിപക്ഷത്തിന് തെറ്റിപ്പോകും. കാരണം ഇതിലും വലിയ വിഷയങ്ങൾ GSTയും നോട്ട് നിരോധനവും അടക്കമുള്ള കർഷക പ്രക്ഷോഭം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും 2019 അധികാരം പിടിക്കാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽസ് പോരാട്ടം എന്നായിരുന്നു മാധ്യമങ്ങൾ ഒന്നടങ്കം വിശേഷിപ്പിച്ചത്. ആ സെമി ഫൈനൽസിൽ മോദിയും കൂട്ടരും ഉണ്ടാക്കിയ മുന്നേറ്റം എത്രത്തോളമാണ് എന്ന് രാജ്യം കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നത്. തീർച്ചയായും വലിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒന്നുമാകാൻ പറ്റാതെ പോയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി ഇക്കുറി ഉന്നം വെക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ചെറു പാർട്ടികളുമായി ഇതിനോടകം തന്നെ BJP സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിലും അവർക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ മോദിയും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. എന്തായാലും നോട്ടിൽ വീഴാത്ത മോദി ആപ്പിൽ വീഴും എന്നൊക്കെ വിശ്വസിക്കുന്നത് ശുദ്ധമായ അബദ്ധം തന്നെയാണ്. ഇതുവരെ നടന്നത് മുഴുവൻ മോദിയുടെയും BJPയുടെയും തിരക്കഥ തന്നെയാണ്. അതിനനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പോലും ചലിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും 2024 മോദിക്ക് മുന്നിൽ കുറെ അധികം പ്രതിസന്ധികൾ പ്രതിപക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയായിരിക്കും BJP പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ മോദിയുടെ സ്വന്തം മോദി എഫക്റ്റിലൂടെ മറികടക്കുക എന്ന് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും.